ആളൊന്നും മാറിയിട്ടില്ല ബോസ്. ഏറ്റെടുത്ത ജോലി വൃത്തിയായി ചെയ്തു തീർത്തിരിക്കും. അതാ ഞങ്ങളുടെ രീതി. എന്താ നീ ഇവിടെ? എന്താ നനഞ്ഞിരിക്കുന്ന? ഞാൻ കരയണ്ട. നടക്കുന്ന വഴിയിൽ ഓരോ കുഴികൾ കുഴിച്ചു വെച്ചിട്ട് പിന്നൊരിക്കൽ ആ കുഴിയിൽ സ്വയം ചെന്ന് വീണു കൊടുക്ക. നമ്മുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഒക്കെ ഇനി അങ്ങോട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നിനക്ക് പറ്റും. നിന്നെ കൊണ്ടേ പറ്റൂ. അതങ്ങനെ തന്നെ വേണം. നിന്നെ വേണം നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അച്ഛന്, എനിക്ക്. ചുമടെടുത്തും പച്ചക്കറി മാർക്കറ്റിലെ പീഡിയക്കൊലയിൽ ഇറങ്ങിയും അടിപിടി ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയും ജീവിച്ചത് അപ്പേട്ടൻ. ഈ കയ്യബദ്ധം അപ്പേട്ടനെ കടക്കിൽ വെച്ചേക്ക്. ഞാൻ ഏറ്റു. ഞാനാ കൊന്നു. ഞാനാ. പൊയ്ക്കോ പോകാൻ.
ആളെയും കാണേണ്ടവരല്ലേ, ചെന്നൊന്ന് മുഖം കാണിച്ചാൽ മാത്രം മതി. എന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ കൂടെ നിന്ന മനുഷ്യനാ പപ്പേട്ടൻ. ആ പപ്പേട്ടന്റെ സങ്കടത്തിൽ അവരൊക്കെ വേദനിക്കുന്നുണ്ട്. എനിക്കെന്ത് സങ്കടം? ഒരു സങ്കടവും ഇല്ല. ഈ ഉമ്മറത്ത് വന്നിട്ടുള്ളവരാരും ഇന്നോളം മനപ്രയാസപ്പെട്ട് ഇറങ്ങി പോയിട്ടില്ല. അതിന്നും ഉണ്ടായിക്കൂടാ. ലീലാനിലയാണിത്. പപ്പേട്ട, ഗണപതിയാ വിളിക്കുന്നു. അപ്പൂനെയും പപ്പേട്ടനെയും ഒരച്ഛനും മകനുമായിട്ടല്ലല്ലോ നമ്മളൊക്കെ കണ്ടത്. രണ്ട് ചങ്ങാതിമാര്. ഭഗവാനെ, ഓരോരോ തലയിലെടുത്ത്. ആ, എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്ക. ഓ, പത്രക്കാരുണ്ട് അല്ലേ? നന്നായി. പക്ഷെ ഈ എടുത്ത ഫോട്ടോ പത്രത്തിലിടരുത് വാരരെ. ഇപ്പോഴത്തെ ഈ മോന്ത നാട്ടുകാരുടെ മുമ്പിൽ കാഴ്ച വെക്കാൻ കൊള്ളില്ല. 100 കൂട്ടം പണിയുള്ള ആൾക്കാര് വെറുതെ നേരം കളഞ്ഞ് എന്തിനാ ഇപ്പൊ ഇവിടെ? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ അവൻ എൻ്റെ മൂത്ത മോനെ. അവനില്ല. അറിയാലോ അവനിപ്പോ എവിടെയാന്ന്. ഇനി തന്തയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അവന്. നന്നായി കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ, സുഖിച്ചു കിടക്കട്ടെ. കൊലക്കുറ്റല്ലേ, കുറച്ച് കിടക്കാലോ. കുറെ കാറും ബസ്സും ലോറി ഉണ്ടായി, വലിയ വീടും ഉണ്ടായി, കോടിക്കണക്കിന് ഉറുപ്പി ഉണ്ടായിന്ന് വെച്ച് യോഗ്യന്മാരാവോ? ഇല്ല. തറകളാ ഞങ്ങള്. പച്ചക്കറി മാർക്കറ്റിൽ ചീഞ്ഞു പോകുന്ന ഒരു തക്കാളിയുടെ വിലയില്ലാത്തവര്. പപ്പനും പപ്പന്റെ മോൻ അപ്പു. നോക്കേ, ഇനിയിപ്പോ ആ റോട്ടിലൂടെ പോകുന്ന നാട്ടുകാരെ വിളിച്ചു പറയും, ഇതാണ് കൊലയാളി അപ്പുവിന്റെ വീടെന്ന്. ഇല്ലേ? എന്താ സ്ഥാനപ്പേര്? എത്തേണ്ടിടത്തെത്തി. തുടങ്ങിയതിനേക്കാളും താഴത്തെത്തി പപ്പനാവൻ. തന്ത പീഡിയ കോലായിലേ കിടന്നിട്ടുള്ളൂ. മോൻ അതിലേറെ മുന്തിയ സ്ഥലത്താ കിടക്കുന്നത്. ഞങ്ങൾ എവിടെ തുടങ്ങിയവരാന്ന് എല്ലാവരെയും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാ എന്റെ തലതെറിച്ച മോൻ. എട്ടൊമ്പത് വയസ്സില് നിത്യപ്പട്ടിണി വാരിക്കോരി തന്നു തമ്പുരാൻ. അതും ചുമന്ന് കണ്ണ് നിറച്ച് നടന്നതാ കുറെ കാലം. ഇപ്പോഴിതാ പുതിയൊരു ചുമട് വെച്ച് തന്നിരിക്കല്ലേ. ഇനി ഇതും പേറി അങ്ങ് നടക്കുക. ഇനി ഈ പേരും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണമെന്നില്ല. എനിക്കൊരു സങ്കടമില്ല. അച്ഛാ, സമാധാനിപ്പിക്കാനാണെങ്കിൽ വേണ്ട, പോയിക്കോ. അച്ഛാ, അപ്പേട്ടനുണ്ടെന്ന് ജയിലിലെ ആ ചോറ്. കൊലയാളിക്ക് ജയിലില്ല ചോറ്. അച്ഛാ, ഏ, എന്റെ കൈ കൊണ്ടാ അവൻ മരിച്ചത്. അപ്പോഴേട്ടൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നെ രക്ഷിക്കാൻ. ഞാൻ വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഈ നേരം വരെ എന്റെ കുട്ടിയെ ശപിച്ച പാപത്തിന് ഏത് ഈശ്വരന്മാരോടാ ഞാൻ മാപ്പ് ചോദിക്കുക? പോടാ എന്റെ മുമ്പിന്ന്. സർവ്വതും വിറ്റുപിറക്കി ആരുടെ കാൽക്കൽ വെച്ചിട്ടായാലും ഇറക്കി കൊണ്ടുവാ എന്റെ കുട്ടിയെ. പോയി കൊണ്ടുവരാൻ.
അപ്പു അച്ഛാ അച്ഛാ പപ്പേട്ടാ അച്ഛാ സ്വാമിയേട്ടാ, അച്ഛൻ അച്ഛാ അപ്പു അപ്പോ ഒരു വിസിറ്റർ ഉണ്ട്. അച്ഛൻ ആശുപത്രിയില. എന്തേ എന്തേ സ്വാമി? ആ മനസ്സ് സഹിക്കൂലെന്നറിയാലോ. വിഷമിക്കരുത്. ഹരി എന്തേ? എല്ലാവരുടെ വിശേഷവും ചോദിച്ചു അപ്പോട്ട്. നമ്മുടെ മക്കളെ പറ്റി ഒരു വാക്ക്. അവർക്കറിയോ? അവർക്കൊക്കെ അറിയാം. അപ്പോട്ടിന്റെ മക്കളല്ലേ. ഒന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. എന്താ ഉണ്ടായത് അപ്പോട്ട? എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ? നമ്മുടെ മക്കളെങ്കിലും ഓർക്കായിരുന്നില്ലേ? പറയ, എന്തിനായിരുന്നു? താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാ ചക്ക കായ്ക്കുന്നു. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. എന്തേ? വേണ്ട, ദൈവം കാവലുണ്ട്. സമയം കഴിഞ്ഞു.